നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിലെ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ചൊല്ലി കോൺഗ്രസിൽ ഇപ്പോൾ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വമാണ് പരാജയത്തിന് കാരണമെന്ന് തുറന്നടിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബേപ്പൂരിൽ PV അൻവർ വേണ്ടിയിരുന്നില്ല, മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി പിഴച്ചുവെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രസംഗിച്ച അതേ വേദിയിൽ തന്നെയാണ് മുല്ലപ്പള്ളിയും വിമർശനം ഉന്നയിച്ചത്. പിന്നെ ബേപ്പൂർ നമ്മൾ പരാജയപ്പെട്ടു. ബേപ്പൂർ പരാജയപ്പെടുമെന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞുള്ളൂ. വേണ്ടിയിരുന്നില്ല, മറിച്ചൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് നിർത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ബേപ്പൂരും കിട്ടുമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് റിയാസിനെ പരാജയപ്പെടുത്താൻ സാധിക്കും, ഒരു സംശയമില്ല. അതേസമയം PV അൻവറിനെ പിന്തുണച്ച മുൻ MLA കാരാട്ട് റസാഖ് രംഗത്തെത്തി. UDFന്റെ തിളക്കമാർന്ന വിജയത്തിൽ PV അൻവറിന് പങ്കുണ്ട് എന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ പ്രസ്താവന അനവസരത്തിലാണെന്നും കാരാട്ട് റസാഖ് ഫേസ്ബുക്കിൽ കുറിച്ചു. സിനോജ് തോമസും AK അഭിലാഷും റോഷിപാലും വിവരങ്ങളുമായി. ആദ്യം സിനോജിലേക്കാണ്. സിനോജ്, ഇന്നലെ പ്രവീൺകുമാർ DCC പ്രസിഡന്റ് പ്രസംഗം നടത്തിയ അതേ വേദിയിൽ വെച്ചാണ് മുല്ലപ്പള്ളിയും ബേപ്പൂർ വിഷയത്തിൽ ആഞ്ഞടിച്ചത്. PV അൻവറിനെ സ്ഥാനാർത്ഥി ആക്കുന്നതിൽ കോൺഗ്രസിൽ ഒരു ഐക്യമുണ്ടായിരുന്നില്ല, ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, അതായത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് നടത്തി UDF വിജയിച്ച് UDF സർക്കാർ 100 ദിവസം പിന്നിട്ട ശേഷമാണ് ഈ നേതാക്കൾക്കൊക്കെ തന്നെ ഈ വെളിപ്പെടുത്തൽ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വം പാളിപ്പോയി എന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 21-ാം തീയതി കോഴിക്കോട് നടുവത്തിൽ UDF പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഫാത്തിമ തഹിലേക്കും പ്രവീൺകുമാറിന് ഒരു സ്വീകരണം നൽകിയത്. ആ സ്വീകരണത്തിന്റെ ഉദ്ഘാടനം ചെയ്തത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മുൻ KPC പ്രസിഡന്റാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹം ആ പ്രസംഗത്തിന്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അതായത് ബേപ്പൂരിൽ അൻവർ വേണ്ടിയിരുന്നില്ല, താൻ തന്നെ പറഞ്ഞിരുന്നു അൻവർ പരാജയപ്പെടുമെന്ന് പറഞ്ഞതാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ ബേപ്പൂരും നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നു. 13-ൽ 13 സീറ്റ് നേടി 100% വിജയം ജില്ലയിൽ നേടാമായിരുന്നു എന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞു വെച്ചത്. അതിന് പിന്നാലെ തന്നെയാണ് മറുപടി പ്രസംഗമായി പ്രവീൺകുമാർ രംഗത്ത് എത്തുകയും മുല്ലപ്പള്ളി സാർ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവീൺകുമാർ പ്രസംഗിക്കുകയും ചെയ്തത്. ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചെന്ന് പ്രസംഗം അദ്ദേഹം നടത്തി. അത് വിവാദമായി. ഇന്നലെ അദ്ദേഹം തിരിച്ചു പറഞ്ഞിരുന്നു, അതായത് കൈപ്പത്തിയിലോ അല്ലെങ്കിൽ ഏണി ചിഹ്നത്തിലോ മത്സരിച്ചാൽ വിജയിക്കുമായിരുന്നു എന്നാണ് താൻ പറഞ്ഞത്. അൻവറിനെതിരെ അല്ല പറഞ്ഞത് എന്നൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ കൂടി അങ്ങനെയല്ല അദ്ദേഹം പ്രസംഗിച്ചത്. യഥാർത്ഥത്തിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പാളിപ്പോയി എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രവീൺകുമാറും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതായാലും ഇതിന് മറുപടിയുമായി ഇന്നലെ തന്നെ PV അൻവർ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. ഈ തന്നെ ചതിച്ചത് ചന്തു തന്നെയാണ്, പാളയത്തിൽ ഒപ്പം നിൽക്കേണ്ട ആളുകൾ തന്നെയാണ് തന്നെ ചതിച്ചിരിക്കുന്നത് എന്ന് PV അൻവർ ഇന്നലെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപ് PV അൻവർ UDFുമായി സഹകരിക്കുന്നു എന്ന വാർത്ത വന്ന ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 23-നാണെന്ന് തോന്നുന്നു, ഞാൻ തന്നെയാണ് അന്ന് അത് റിപ്പോർട്ട് ചെയ്തത്. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നു PV അൻവർ കുറച്ചും കൂടി മാന്യമായി പെരുമാറണം, മുന്നണിക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ പക്വമായി പ്രതികരണം നടത്തണം, അനവസരത്തിൽ പ്രതികരണം നിർത്തണം തുടങ്ങിയ താക്കീതൊക്കെ തന്നെ അന്ന് മുല്ലപ്പള്ളി പരസ്യമായി നൽകിയിരുന്നു. പക്ഷേ അൻവറുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് അന്ന് മുല്ലപ്പള്ളി പറഞ്ഞതാണ്. അന്ന് ഈ UDFുമായി ചർച്ചകൾ നടക്കുന്ന സമയത്താണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മുല്ലപ്പള്ളിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് അൻവറിനെ UDFിലെടുത്തത്, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയായിട്ടില്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോഴും ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രസംഗം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് നിലവിലെ കൊയിലാണ്ടി MLA DCC പ്രസിഡന്റുമായ പ്രവീൺകുമാറും അത്തരത്തിലൊരു പ്രതികരണം പരസ്യമായി നടത്താൻ ഇടയായത്. സ്മൃതി, ശരി.